വിജയുടെ നമസ്കാരം. നമസ്കാരം. യുദ്ധം എത്രയും പെട്ടെന്ന് നിർത്തൂ, നമുക്ക് ചെയ്യാൻ വേറെ ഒരുപാട് ജോലികളുണ്ട്. ഇത് പറയുന്നത് ആരാണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇന്ത്യ ആയിരിക്കുമോ, റഷ്യ ആയിരിക്കുമോ, ചൈന ആയിരിക്കുമോ, അല്ലെങ്കിൽ ഇറാൻ ആയിരിക്കുമോ? ഒന്നുമല്ല. ഇത് പറയുന്നത് ഡൊണാൾഡ് ട്രംപാണ്, അമേരിക്കയുടെ പ്രസിഡന്റ്. യുദ്ധം അവസാനിപ്പിക്കുന്നതിന്റെ വക്കിലാണ് നമ്മളെന്ന് ഡൊണാൾഡ് ട്രംപ് പറയുന്നു. സഖ്യകക്ഷികളോടാണ് ഡൊണാൾഡ് ട്രംപ് ഇക്കാര്യം പറയുന്നത്. പെട്ടെന്ന് നിർത്തണം ഈ യുദ്ധം, കാരണം നമുക്ക് ചെയ്യാൻ ഈ ലോകത്ത് വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് ഡൊണാൾഡ് ട്രംപ് പറയുന്നു. വാൾസ്ട്രീറ്റ് ജേർണലിൽ ഒരു റിപ്പോർട്ട് അനുസരിച്ച് ട്രംപ് തന്റെ സഹായികൾക്ക് 4 മുതൽ 6 ആഴ്ച പ്രഖ്യാപിച്ച സമയപരിധി പാലിക്കാൻ വ്യക്തമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. യുദ്ധം ഇപ്പോൾ അതിന്റെ അവസാന ഘട്ടത്തിലാണെന്നാണ് ട്രംപ് വിശ്വസിക്കുന്നത്. എന്നിരുന്നാലും സമാധാന ചർച്ചകൾ ഇപ്പോഴും പ്രാരംഭഘട്ടത്തിലാണ്. യുദ്ധം അതിന്റെ അവസാന ഘട്ടത്തിലാണ്, പക്ഷെ സമാധാന ചർച്ചകൾ പ്രാരംഭഘട്ടത്തിലാണ്. പക്ഷേ ഈ യുദ്ധം ഒരിക്കലും നിർത്താനായിട്ട് പോകുന്നില്ല വിജയേട്ട എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള വസ്തുത. ടെഹ്റാൻ 5 വ്യവസ്ഥകൾ മുന്നിലേക്ക് വെച്ചിട്ടുണ്ട്. ഡൊണാൾഡ് ട്രംപ് ഇന്നലെ 12 എണ്ണം വെച്ചു. ടെഹ്റാൻ ആണെങ്കിൽ ഇന്ന് 5 എണ്ണം വെച്ചിട്ടുണ്ട്. ഈ 5 എണ്ണം പാലിച്ചാൽ മാത്രമേ യുദ്ധം നിർത്താൻ സാധിക്കുകയുള്ളൂ എന്ന് ടെഹ്റാൻ പറയുന്നു. ഡൊണാൾഡ് ട്രംപിന് വലിയ തിരിച്ചടി ഇതിൽ നേരിടേണ്ടി വരുമെന്നാണ് ഇറാനിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വാർത്തകൾ എന്ന് പറയുന്നത്. ഇറാനിയൻ സർക്കാർ നടത്തുന്ന പ്രസ് ടിവിയുടെ റിപ്പോർട്ട് പ്രകാരം ടെഹ്റാൻ US നിർദ്ദേശനം അവലോകനം ചെയ്തെങ്കിലും അതിന്റെ വ്യവസ്ഥകൾ ഒന്നും തന്നെ അംഗീകരിച്ചിട്ടില്ല എന്നുള്ളത് തന്നെ നമ്മൾ പറഞ്ഞു. ഇതൊന്നും അംഗീകരിക്കാൻ പോകുന്നില്ല, കാരണം ഡൊണാൾഡ് ട്രംപിന് അതിമോഹമാണ്. യുദ്ധം എപ്പോൾ അവസാനിക്കണം എന്ന് ഇറാൻ തീരുമാനിക്കും എന്നാണ് ഇപ്പോൾ ഇറാൻ പറയുന്നത്. ഇത് ഞങ്ങൾ തീരുമാനിക്കും, ഇത് നിങ്ങൾ ആയിട്ട് തുടങ്ങി വെച്ചു. അതായത് ഭീഷ്മയിൽ മമ്മൂട്ടിയുടെ ഒരു ഡയലോഗ് ഉണ്ട്, നിങ്ങൾ നിർത്തിയിടത്തുനിന്ന് ഞങ്ങൾ തുടങ്ങും എന്ന് പറയുന്നുണ്ട്. അതുപോലെയാണ് ഇപ്പൊ ഇറാന്റെ അവസ്ഥ എന്ന് പറയുന്നത്. നിങ്ങൾ നിർത്തിയ ആ യുദ്ധം അവിടെ നിന്ന് ഞങ്ങൾ തുടങ്ങാൻ പോവുകയാണ് എന്നാണ് ഇറാൻ പറയുന്നത്. യുദ്ധം എപ്പോൾ അവസാനിപ്പിക്കുമെന്ന് ഇറാൻ മാത്രമേ തീരുമാനിക്കുകയുള്ളൂ എന്ന് പറയുന്നു. ഇറാന്റെ വ്യവസ്ഥ എന്ന് പറയുന്നത് നമ്പർ 1, ഹോർമൂസ് കടലിടുക്കിന് മേൽ ഞങ്ങളുടെ പരമാധികാരമായിരിക്കും, ഇതിന് മേൽ ഒരുത്തനും കൈകടത്താൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് ഇറാൻ പറയുന്നു. ഇത് അംഗീകരിച്ച് തരണം. നാശനഷ്ടങ്ങളുടെ ബാധ്യത നിർണ്ണയിക്കുകയും നഷ്ടപരിഹാരം നൽകുകയും ചെയ്യണമെന്ന് അമേരിക്കയോട് പറയുക. ഞങ്ങളുടെ നഷ്ടപരിഹാരം നിങ്ങൾ നികത്തണം എന്ന് ഇറാൻ പറയുക. പ്രദേശത്തെ സംഘടനകൾക്കെതിരായ സൈനിക നടപടി സമ്പൂർണ്ണമായി അവസാനിപ്പിക്കണം. ഇറാനകത്ത് ഇനി എന്തുണ്ടായിരുന്നാലും നിങ്ങളുടെ സൈന്യം ഇങ്ങോട്ടേക്ക് കടക്കാൻ പാടില്ല. അടുത്തത്, നമ്മുടെ സ്വന്തം നിബന്ധനകളിലും സമയത്തും നമ്മൾ യുദ്ധം അവസാനിപ്പിച്ചോളാം, നിങ്ങൾ ഈ ഒരു കാര്യവും അറിയണ്ട എന്നാണ് ഇറാൻ പറയുന്നത്. ഇത് ഡൊണാൾഡ് ട്രംപിനെ നോക്കി പറഞ്ഞതാണ്. അപ്പോഴേക്കും ഡൊണാൾഡ് ട്രംപ് പറയുകയാണ്, ഞങ്ങൾ യുദ്ധം അവസാനിപ്പിക്കാനുള്ള എല്ലാ ചർച്ചകളും നടത്തി. ഇപ്പോ നമ്മുടെ ഇവിടെ ഓപ്പറേഷൻ സിന്ദൂർ നടന്നപ്പോ പാകിസ്ഥാൻ അടികൊണ്ട് തൊലിഞ്ഞെങ്കിലും ആഘോഷം മൊത്തം പാകിസ്ഥാനിലായിരുന്നു, ഞങ്ങൾ ജയിച്ചതെന്ന് പറഞ്ഞുകൊണ്ട്. ഇന്ത്യ വേൾഡ് കപ്പ് ജയിച്ചപ്പോഴും ആഘോഷം പാകിസ്ഥാനായിരുന്നു, ഞങ്ങൾ വേൾഡ് കപ്പ് ജയിച്ചതെന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെയുള്ള ഒരു രീതിയിൽ ഇറാൻ ഇവിടെ യുദ്ധവും നിർത്തിയിട്ടില്ല, ഒന്നും നിർത്തിയിട്ടില്ല. പക്ഷെ ട്രംപ് പറയുകയാണ് യുദ്ധം എല്ലാം ഓക്കെ ആയി, എല്ലാം ഫിനിഷായി, ഇനിയിപ്പോ യുദ്ധമൊന്നുമില്ല, നമ്മളിത് വേറെ പരിപാടികളിലേക്ക് കിടക്കാൻ പോവുകയാണെന്ന് പറയുകയാണ് ട്രംപ്. അങ്ങനെയാണ് ട്രംപിന്റെ നീക്കം മുന്നോട്ട് പോകുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? ഇതിന് കൂടെ ഒരു വലിയ റിപ്പോർട്ടൂടെ ഇന്നലെ വന്നിട്ടുണ്ട്. അത് വേറൊന്നും കൊണ്ടല്ല, ട്രംപ് ഒരു വലിയ ആപ്പിൽ പെട്ടിരിക്കുന്നു. അതിന്റെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നതാണ്, ഒരു പ്രവചനം പോലെ പറഞ്ഞിരുന്നതാണ്, ധനുഷ് ഓർക്കുന്നുണ്ടാകും. ഈ ഖമേനിയെ കൊല്ലുന്നത് കൊണ്ടോ അല്ലെങ്കിൽ അവിടുത്തെ കുറെ ഭരണാധികാരികളെ കൊല്ലുന്നുണ്ടോ അമേരിക്കയ്ക്ക് ട്രബിൾ അല്ലാതെ ഗുണപ്പെടത്തല്ല എന്ന് പറഞ്ഞു. ഇപ്പൊ അങ്ങനത്തെ വാർത്തകളാണ് പുറത്തു വരുന്നത്. ഇപ്പോൾ ഇറാന്റെ ഭരണ നേതൃത്വത്തിലേക്ക് അവരുടെ 2ാം തലമുറ യുവ തീവ്ര വിഭാഗങ്ങളാണ് ഇപ്പോൾ അതിന്റെ സൈനികത്തിന്റെ തലപ്പത്തും ബാക്കിയുള്ളതിലൊക്കെ ചാർജ് ഏറ്റെടുത്തിരിക്കുന്നത്. അവരുടെ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ യുദ്ധം നിർത്തണ്ട, യുദ്ധം തുടരുക തന്നെ വേണം, ഇതിനേക്കാൾ ശക്തമായി യുദ്ധം ചെയ്യണമെന്ന്. ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്ന കാര്യം, ആ കമ്മ്യൂണിയും കാര്യങ്ങളൊക്കെ കൊന്നു കഴിഞ്ഞപ്പോൾ ഭരണമാറ്റം. ഇപ്പോൾ അതിനുശേഷം ട്രംപിന്റെ ഡയലോഗ് വന്നു. ഈ വാർത്ത ഇന്നലെ ഇന്റർനാഷണൽ തലത്തിൽ നമ്മുടെ ന്യൂസ് ഇന്ത്യ മലയാളം കൊടുത്തിട്ടുണ്ട്. ഇന്ന് ആ വാർത്ത രാവിലെ എല്ലാ വാർത്തകളും ഇന്നലെ വന്നിരുന്നു. ഇത് അവരുടെ 2ാം തലമുറ അധികാരമേറ്റിരിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ അടുത്ത യുവതലമുറ, അതായത് അതിതീവ്രമായ യുവതലമുറ ഇവരുടെ എല്ലാ കേന്ദ്രങ്ങളും നേതൃത്വ സ്ഥാനം ഏറ്റെടുത്തിരിക്കുന്നു. ഈ 2 കുഴപ്പമുണ്ട്, ഇത് ഏറ്റെടുക്കുന്നുണ്ട്. ഇനി നാളെ ഇറാനെ അമേരിക്ക തകർക്കുകയാണെന്ന് വെക്കുക, ഈ ഓരോ ടീമിന്റെയും കീഴിൽ ഓരോ സായുധ ഗ്രൂപ്പുകളായിട്ട് ഇവർ അവിടെ ഇറാനിൽ തന്നെ തമ്പടിക്കും. ഓരോ പ്രവിശ്യകൾക്ക് വേണ്ടി ഇവർ പോരാടും. അതാണ് ഇനി സംഭവിക്കാം. ഇതിനോടനുബന്ധിച്ചിട്ട് തന്നെ ഇന്നലെ ശ്രീമാൻ ഡൊണാൾഡ് ട്രംപിന്റെ ഒരു പ്രസ്താവന ഉണ്ട്. അദ്ദേഹം പ്രസ്താവിച്ചതല്ല, അദ്ദേഹത്തിൻ്റെതായി പുറത്തു വന്നൊരു വാർത്ത. നെതന്യാഹു പറഞ്ഞിട്ടാണ് ഈ പണിക്ക് ഇറങ്ങിയത്. നെതന്യാഹു പറഞ്ഞു, ഇപ്പോൾ ആക്രമിച്ചോളൂ, ഭരണമാറ്റം ഉടൻ നടക്കും, ജനങ്ങളെല്ലാം തെരുവിലാണ്, അവരിപ്പോ തന്നെ പ്രശ്നവുമായിട്ട് രംഗത്ത് വരും എന്ന് നെതന്യാഹു. ഇപ്പൊ നെതന്യാഹും ട്രംപും തമ്മിൽ അത്ര ശരിയായില്ല, ഒരു സ്വരച്ചേർച്ച ഇല്ല എന്നുള്ളത് കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യം കൂടെയാണ്. ഇത് രണ്ടും കൂടെ നമ്മളിവിടെ ചേർത്ത് വായിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. കാരണം ട്രംപ് വെച്ചിരിക്കുന്ന ഡിമാൻഡ് ഒരിക്കലും ഒരു രാജ്യത്തിനും അംഗീകരിക്കാൻ പറ്റാത്ത ഡിമാൻഡ്. നേരെ മറിച്ച് ഇറാൻ പറയുന്ന ചില കാര്യങ്ങളെങ്കിലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. അവരിതിനു മുമ്പ് എല്ലാം കാൽക്കീഴിൽ കൊണ്ടുവച്ചിട്ട് സമാധാന ചർച്ചയ്ക്ക് വേണ്ടിയിട്ടായിരുന്നല്ലോ ജനീവയിൽ പോയത്. ആ ചർച്ച തീരുന്നതിന് മുമ്പ് തന്നെ അവരെ കയറി ആക്രമിക്കുകയായിരുന്നു ട്രംപ് ചെയ്തത്. പക്ഷെ ട്രംപിന് ഇപ്പൊ പറ്റിപ്പോയത്
ട്രംപ് ചാടി ഇറങ്ങുകയും ചെയ്തു. തിരിച്ചു കയറാൻ കഴിയാത്തൊരു സാഹചര്യം അയാൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല. ഈ യുദ്ധം ഇപ്പൊ തങ്ങൾ പറയുന്നതനുസരിച്ചിട്ട് എല്ലാവരും കൂടി ചാടി വീണ് ഇറാന്റെ മേൽ സമ്മർദ്ദം ചെലുത്തിയ ഇറാനെ കൊണ്ട് ഈ യുദ്ധം അവസാനിപ്പിക്കും. പക്ഷെ ഇപ്പോൾ ഇറാനെ നിയന്ത്രിക്കുന്നില്ല, ഇറാന്റെ സൈന്യത്തെ നിയന്ത്രിക്കുന്നത് പഴയ ടീംസ് അല്ല എന്നുള്ളതാണ് ഇപ്പോൾ അമേരിക്ക കുഴക്കുന്ന കാര്യങ്ങൾ. കാരണം പഴയ ടീംസ് ആയിരുന്നെങ്കിൽ കുറച്ചൊക്കെ നയതന്ത്ര ബന്ധത്തിൽ ഒരു വിട്ടുവീഴ്ചയൊക്കെ ചെയ്യാനുള്ളൊരു മനസ്സുണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴത്തെ പുതിയതായിട്ട് സൈന്യത്തിന്റെ തലപ്പത്തും മറ്റും കയറിയിരിക്കുന്ന പുതിയ തലം, കാരണം അവർ സൈനിക മേധാവികൾ പലരും കൊല്ലപ്പെട്ടു പോയല്ലോ, കയറിയിരിക്കുന്ന പലരും ഈ മനസ്ഥിതി ഉള്ളവരല്ല. അവര് അമേരിക്കയെ തകർക്കുക, ഇസ്രായേലിനെ തകർക്കുക എന്നുള്ള മനസ്ഥിതി നിൽക്കുന്നവരാണ്. അപ്പോൾ എന്തു പറ്റും? ഒന്നുകിൽ ആ ഇറാൻ എന്ന് പറയുന്നത് അനവധി സായുധ ഗ്രൂപ്പുകളുടെ താവളമായിട്ട് അത് മാറും. അത് മറ്റു രാജ്യങ്ങൾക്ക് എപ്പോഴും ഭീഷണി സൃഷ്ടിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ അമേരിക്കയ്ക്ക് എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെന്റിൽ ഇവരുമായി സമരസപ്പെട്ടു പോകാനേ കഴിയുകയുള്ളൂ. ഈ ഒരു വല്ലാത്ത ഒരു പ്രതിസന്ധിയിലാണ് അമേരിക്ക പെട്ടുകിടക്കുന്നത്. അതായത് ട്രംപ് 2025 ഈ ലോകത്തെ എല്ലാ രാജ്യങ്ങളെയും വെറുപ്പിച്ചൊരു വഴിയാക്കി. അതുകൊണ്ട് തന്നെയാണ് ട്രംപിന്റെ ആപത്ത് കാലത്ത് സ്വന്തം കൂട്ടത്തിലുള്ള യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ പോലും തിരിഞ്ഞു നോക്കാത്ത അവസ്ഥകൾ വരുന്നത്. നമുക്കറിയാം, സാധാരണ ഞാൻ എപ്പോഴും പറയുന്നതാണ്, സാധാരണ ഇറാനും ഇസ്രായേലും ഒക്കെ ഇരുഭാഗത്തു നിന്ന് ആക്രമണം നടത്തുമ്പോൾ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് വലിയ പിന്തുണ ഇസ്രായേലിന് കിട്ടും. പക്ഷെ ഇത്തവണ ഇസ്രായേലിന് വലിയ പിന്തുണ കിട്ടിയില്ല. അത് ഇസ്രായേലിനോട് സ്നേഹക്കുറവ് കൊണ്ടല്ല, പകരം ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന ഒരാള് ആണ് യുദ്ധം നയിക്കുന്നത്, അമേരിക്കയാണ് യുദ്ധം നയിക്കുന്നത്. അതുകൊണ്ടാണ് ആ ഒരു പിന്തുണ ട്രംപിന് കിട്ടാതെ പോയതും ആ ഒരു പിന്തുണയുടെ കുറെ ഭാഗം ഇറാന് കിട്ടിക്കൊണ്ടിരിക്കുന്നതും ആ അർത്ഥത്തിൽ നമ്മൾ കാണേണ്ടി വരും. ഇതെല്ലാം പൊളിറ്റിക്കലാണ്. കാരണം സാധാരണപ്പെട്ടവന്റെ മനസ്സിൽ പോലും ട്രംപ് വിതച്ചിരിക്കുന്നത് ഒരു വെറുപ്പിന്റെ വിദ്വേഷത്തിൻ്റെതായ ഒരു വിത്തുകളാണ് വിതച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ഇപ്പോൾ എന്താണ് അവസ്ഥ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പാകിസ്ഥാനെ വെച്ച് ചർച്ച നടത്താമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ഇടയിൽ ഈ ഇന്ത്യയിലുള്ള കോൺഗ്രസ്സുകാർ, തരൂരടക്കം ഉള്ള കോൺഗ്രസ്സുകാർ പറയുന്നത് ഈ അവസരം ഇന്ത്യ മുതലെടുക്കണമെന്നായിരുന്നു. എസ് ജയശങ്കർ കിടിലൊരു മറുപടിയാണ് ഇന്നലെ ഈ സർവകക്ഷി സംഘത്തിന് കൊടുത്തത്. അദ്ദേഹം പറഞ്ഞു, ഇന്ത്യ ആരുടെയും ദല്ലാളല്ല, ബ്രോക്കറല്ല, നമുക്ക് ആരുടെയും സന്ദേശങ്ങൾ കൈമാറി ഇടനാകക്കാരനായിട്ട് നിന്ന് ശീലവുമില്ല, ഇനിയിട്ട് നിൽക്കാനായിട്ട് പോകുന്നുമില്ല. ഇവിടെ എന്താണ് പാകിസ്ഥാൻ ചെയ്യുന്നത്? ഇറാനിൽ നിന്ന് കിട്ടുന്ന മെസ്സേജ് അമേരിക്കയ്ക്ക് കൊടുക്കുന്നു, അമേരിക്കയുടെ നിട്ടുന്ന ഇവിടെ കൊടുക്കുന്നു. ഒരു ദല്ലാള് പണിയാണ്. ഇന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ടല്ലോ, പാകിസ്ഥാൻ ഒരു ഇന്ത്യയെക്കാളും വലിയ രാജ്യമാണെന്ന് കരുതിയിട്ടല്ല ഞങ്ങൾ അവരെ കൂടെ ഇതിന്റെ മിഡിലേറ്റർ ആയിട്ട് വെച്ചിരിക്കുന്നത്. ഞങ്ങളുടെ കത്തുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്ന ഒരു ഹംസമായിട്ടാണ്. എങ്ങനെയുണ്ട്? ഇന്നലെ എസ് ജയശങ്കർ ഇത് തന്നെയല്ലേ പറഞ്ഞത്, നമ്മൾ ദല്ലാള് പണിക്ക് നിൽക്കുകയല്ല, യുദ്ധം തീർക്കാണ്. പക്ഷെ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വളരെ കാര്യക്ഷമമായി തന്നെ യുദ്ധം തീർക്കാനായിട്ട് ഇറാനും ഒമാനും ഈജിപ്തും ഒക്കെ ആയിട്ട് നമ്മൾ സംസാരിക്കുന്നുണ്ട്. പാകിസ്ഥാൻ ചെയ്യുന്ന ആക്ച്വലി പണി ഇവരുമായിട്ടൊന്നും പാകിസ്ഥാന് വലിയ റോളില്ല. ഗൾഫ് രാഷ്ട്രങ്ങളൊക്കെ പിച്ചക്കാർ രാഷ്ട്രമായിട്ടാണ് ഇതിനെ കാണുന്നത്. ആരും അവിടെ മൈൻഡ് ചെയ്യാറില്ല. ഇവിടെ പാകിസ്ഥാൻ ചെയ്യുന്ന പണി എന്ന് വെച്ചാൽ ഇറാന്റെ ഏതെങ്കിലും ദൂതന്മാർ മുഖേന ഇവിടുന്ന് കിട്ടുന്ന മെസ്സേജുകൾ നേരെ അമേരിക്കയ്ക്ക് ഹാൻഡ് ഓവർ ചെയ്യുക, അമേരിക്ക കൊടുക്കുന്ന മെസ്സേജുകൾ ഇങ്ങോട്ടേക്ക് ഹാൻഡ് ഓവർ ചെയ്യുക. ഇതിനിപ്പോ ഇന്ത്യ കണക്കൊരു വലിയ രാജ്യം, ഒരു സ്ട്രോങ് രാജ്യം, ഒരു ഇടനിലക്കാരനാകേണ്ട യാതൊരു കാര്യമില്ല. ബ്രോക്കർ പണി നമ്മുടെ പണിയല്ലല്ലോ, അതിലെടുക്കേണ്ട കാര്യം. അതാണ് ജയശങ്കർ പറഞ്ഞത്. അതോടുകൂടി ആ ഡയലോഗ് നിന്നു. ശശി തരൂരൊക്കെ, എനിക്ക് തോന്നുന്നു ശശി തരൂർ അത് പറയാൻ കാരണം ഇലക്ഷന്റെ ബേസിൽ പറഞ്ഞതാകണം. കാരണം ഇപ്പൊ April 9 ഇലക്ഷന് അദ്ദേഹമാണ് കേരളത്തിന്റെ മുഖ്യ പ്രചാരകൻ കോൺഗ്രസിന്റെ. അതും കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായി തന്നെ അദ്ദേഹത്തിന് അത് പറയാതിരിക്കാൻ കഴിയില്ല. പിന്നെയും മോഡി സ്തുതിയോട്ടൊക്കെ അദ്ദേഹം വരികയാണെന്നുണ്ടെങ്കിൽ, ഇല്ല രാജ്യ താല്പര്യത്തിന് അനുകൂലമായിട്ട് അദ്ദേഹം നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ദുർബലമായ കോൺഗ്രസിന്റെ അവസ്ഥ എന്താകുമെന്ന് നമുക്ക് ചിന്തിക്കാൻ കൂടി കഴിയില്ല.